Today we are going to discuss about sewage and water treatment plant. So what do you mean by sewage? Sewage എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിലൂടെ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിനെയാണ് സീവേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. The industries can contribute in preventing water pollution by treating the industry's wastewater or effluents in a water treatment plant before dumping. നമുക്കറിയാം വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നതിൽ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ഇൻഡസ്ട്രീസിനുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിന് വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റും ചെയ്യുക. ഈ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻഡസ്ട്രീസിന് വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. So the wastewater discharged by the industry is hazardous. Industries നിന്ന് എമിറ്റ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടേഴ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന് ഡിസ്ചാർജ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഹസാർഡസ് ആണ്. അത് വാട്ടർ ബോഡീസിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് എഫക്ട്സ് ഓൺ ദ എൻവിറോൺമെൻറ്റിൽ എഫക്ട്സ് ഉണ്ടാവും. ആൻഡ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ബോഡീസ് ഓഫ് വാട്ടർ സച്ച് ആസ്, അതായത് റിവേഴ്സ്, ഓഷ്യൻസ്, ലേക്സ്, ഇതിൽ എത്തുന്നതിന് മുമ്പ് വേസ്റ്റ് വാട്ടർ അതിൻ്റെ അകത്തുനിന്നും ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്ന ഇതിനാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ ദ പേർപ്പസ് ഓഫ് കൺട്രോളിങ് വാട്ടർ പൊല്യൂഷൻ ഇൻഡസ്ട്രീസ് ഇൻസ്റ്റാൾ സീവേജ് പ്ലാന്റ്സ്. അതായത് വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഇൻഡസ്ട്രീസ് സീവേജ് പ്ലാന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്ലീനിങ് ഓർ റിമൂവിങ് ഓൾ ദ കണ്ടാമിനൻസ്. അതായത് വാട്ടറിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഇംപ്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ, ആ ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ എൻവിറോൺമെൻറ്റിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അപ്രോപ്രിയേറ്റ് ആക്കിയിട്ട് എടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ആൻഡ് ദ മെയിൻ സ്റ്റേജസ് ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലാർജ് സോളിഡ്സ് റിമൂവ് ചെയ്യുന്നതിനാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രൈമറി സ്റ്റേജ് ഇൻവോൾവ്സ് സെപ്പറേറ്റിംഗ് സോളിഡ് ഫ്രം ദ ലിക്വിഡ്. ഇത് ലിക്വിഡിന് സോളിഡ് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റേജ് ദാറ്റ് ബ്രേക്സ് ഡൗൺ ദ ഓർഗാനിക് കണ്ടാമിനൻസ് ഇൻ എ വേസ്റ്റ് വാട്ടർ. ഒരു വേസ്റ്റ് വാട്ടറിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക്സ് ഉണ്ടാവില്ല, അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റേജിനെയാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ടു മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് സ്ലഡ്ജും അതുപോലെ തന്നെ ആൻഡ് ഫിൽറ്റർ ബെഡ്സും ആണ്. And the third one is tertiary treatment. And the third one is tertiary treatment. കുറേ ടൈപ്സ് ഓഫ് tertiary treatment ഉണ്ട്. മൈക്രോഫിൽട്രേഷൻ, അയോൺ എക്സ്ചേഞ്ച്, ആക്ടിവേറ്റഡ് കാർബൺ അഡ്സോർപ്ഷൻ, ഡിസ്ഇൻഫെക്ഷൻ. ആൻഡ് മൈക്രോഫിൽട്രേഷൻ എന്ന് പറയുന്നത് ടൈനി ഹോൾസിലൂടെ ഹൈ പ്രഷറിൽ വാട്ടർ പാസ് ചെയ്യുന്നതാണ്. ആൻഡ് അയോൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് where ions in the water are exchanged for other ionsന് വേണ്ടിയിട്ട് പിന്നെ വാട്ടറിലുള്ള അയോൺസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് ആക്ടിവേറ്റഡ് കാർബൺ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഓർഗാനിക്സ് റിമൂവ് ചെയ്യുന്നു, ആ ഒരു ഇതാണ്. ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വേർ UV ലൈറ്റ് ഓർ കെമിക്കൽ കിൽസ് ഓർഗാനിക് പാത്തോജൻസ് ലെഫ്റ്റ് ഓവർ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ 3 ട്രീറ്റ്മെൻ്റ് ആണുള്ളത്: പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ആൻഡ് ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിൽ നിന്ന് സോളിഡ് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടറിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. ആൻഡ് ടെർഷ്യറി ട്രീറ്റ്മെൻറ്റിൽ കുറേ ടൈപ്സ് ഉണ്ട്. സോ അതൊക്കെ നോക്കി വെക്കാം. സോ നെക്സ്റ്റ് ഈസ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സ്റ്റെപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് കോയാഗുലേഷൻ. കോയാഗുലേഷൻ എന്ന് പറയുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഡ്യൂറിങ് കോയാഗുലേഷൻ വാട്ടറിലുള്ള കെമിക്കൽസ് വിത്ത് എ പോസിറ്റീവ് ചാർജ് ആർ ആഡഡ് ടു ദ വാട്ടറിൽ പിന്നെ പോസിറ്റീവായിട്ടുള്ള കെമിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ പോസിറ്റീവ് ചാർജ് ന്യൂട്രലൈസസ് ദ നെഗറ്റീവ് ചാർജ് ഓഫ് ദ ഡേർട്ടിൻ്റെ നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട് പോസിറ്റീവ് ചാർജ്.
And when this occurs, the particles bind with the chemicals to form slightly larger particles ആയിട്ട് മാറും. And the common chemicals used in this step എന്ന് പറയുന്നത് salt, aluminium or iron ആണ്. And the next one is flocculation. Flocculation coagulation step തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. And the flocculation is the gentle mixing of the water to form larger heavier particles called flocks. അതായത് flocculation എന്ന് പറയുന്നത് ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്യുന്നു വാട്ടറിന് ടു ഫോം ലാർജ് ആൻഡ് ഹെവിയർ പാർട്ടിക്കിൾസ് ആയിട്ട്. സോ അതിനാണ് ഫ്ലോക്സ് എന്ന് പറയുന്നത്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വിൽ ആഡ് എഡിഷണൽ കെമിക്കൽസ് ഡ്യൂറിങ് ദിസ് സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് എഡിഷണൽ ആയിട്ടുള്ള കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് സെഡിമെൻറ്റേഷൻ. സെഡിമെൻറ്റേഷൻ ഇസ് ദ വൺ ഓഫ് ദ സ്റ്റെപ്സ് ഓഫ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് വാട്ടറിൽ നിന്നും സോളിഡ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സെഡിമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഫ്ലോക്സ് ബോട്ടിൽ, അതായത് ബോട്ടം സൈഡിൽ സെറ്റിൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിനേക്കാളും ഹെവിയർ ആയതുകൊണ്ടാണ്. ആൻഡ് ഫിൽട്രേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോസസ്സാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വൺസ് ദ ഫ്ലോക്സ് ഹാവ് സെറ്റിൽ ടു ദ ബോട്ടം ഓഫ് ദ വാട്ടർ, അതായത് വാട്ടറിൻ്റെ ബോട്ടത്തിൽ ഈ ഒരു ഫ്ലോക്സ് സെറ്റിലായി കഴിഞ്ഞാൽ ക്ലിയർ വാട്ടർ ടോപ്പിലേക്ക് എത്തും. ഈസ് ഫിൽറ്റേർഡ് ടു സെപ്പറേറ്റ് എഡിഷണൽ സോളിഡ് ഫ്രം ദ വാട്ടർ. അങ്ങനെ വാട്ടറിൽ നിന്ന് സോളിഡ് സെപ്പറേറ്റ് ആക്കും. ഡ്യൂറിങ് ദ ഫിൽട്രേഷൻ ക്ലിയർ വാട്ടർ പാസസ് ത്രൂ ദ ഫിൽറ്റേഴ്സിലൂടെ ക്ലിയർ വാട്ടർ പാസ് ചെയ്യും. ദാറ്റ് ഹാവ് ഡിഫറെൻറ്റ് പോർ സൈസ് ആണ് അതിനുണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് സച്ച് ആസ് സാൻഡ്, ഗ്രാവൽ, ചാർക്കോൾ, ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ആൻഡ് ദിസ് ഫിൽറ്റേഴ്സ് റിമൂവ് ഡിസോൾഡ് പാർട്ടിക്കിൾസ് ആൻഡ് ജേംസ്. ഡിസോൾഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും ജേംസും ഈ ഒരു ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നുണ്ട്. And that is all about filtration. And the fifth one is disinfection. Disinfection എന്ന് പറയുന്നത് ആഫ്റ്റർ ദ വാട്ടർ ഹാസ് ബീൻ ഫിൽറ്റേർഡ്, വാട്ടർ ഫിൽറ്റർ ചെയ്തതിന് ശേഷം വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മേ ആഡ് വൺ ഓർ മോർ കെമിക്കൽ ഡിസിൻഫെക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട് ടു കിൽ എനി റിമൈനിങ് ബാക്ടീരിയ, വൈറസ്. റിമൈനിങ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് വൺ ഓർ മോർ കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത വരുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ടെക്നോളജിയാണ്. കുറേ ടൈപ്സ് ഓഫ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ടെക്നോളജീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ ടെക്നോളജി. കെമിക്കൽ ടെക്നോളജിയിൽ ഫസ്റ്റ് വൺ ഈസ് പ്രീ ക്ലോറിനേഷൻ ഓഫ് ആൽഗെ കൺട്രോൾ. ആൽഗെ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള പ്രീ ക്ലോറിനേഷൻ. അതുപോലെ തന്നെ എറേഷൻ അലോങ് വിത്ത് പ്രീ ക്ലോറിനേഷൻ ഫോർ റിമൂവൽ ഓഫ് ഡിസോൾഡ് അയോൺ വെൻ പ്രസൻറ്റ് റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ട് ഓഫ് മാഗ്നീസ്. സ്മോൾ എമൗണ്ട് ഓഫ് മാഗ്നീസിൻ്റെ പരം പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഡിസോൾഡ് അയോൺ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്ടീരിയാസ് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിൻഫെക്ഷൻ. ദാറ്റ് ഈസ് all about chemical technology. and physical technology sedimentation as we നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. പിന്നെ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ലിക്വിഡിൽ നിന്ന് സോളിഡ് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സെഡിമെൻറ്റേഷൻ. ആൻഡ് ഫിൽട്രേഷൻ ഇസ് ദ ടെക്നിക് ഓഫ് റിമൂവിങ് പൊല്യൂട്ടൻസ് ബേസ്ഡ് ഓൺ ദെയർ പാർട്ടിക്കിൾ സൈസ്. അതായത് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് പൊല്യൂട്ടൻ റിമൂവ് ചെയ്യുന്നതന്നെ നമുക്കറിയുന്നൊരു ടെക്നിക്കാണ്. പൊല്യൂട്ടൻ റിമൂവൽ ഫ്രം വേസ്റ്റ് വാട്ടറിൽ നിന്ന് പൊല്യൂട്ടൻ റിമൂവ് ചെയ്യുന്നതാണ്. ആൻഡ് അത് നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. ദാറ്റ് ഈസ് ഫിൽട്രേഷൻ. ആൻഡ് ഡിസോൾഡ് എയർ ഫ്ലോട്ടേഷൻ. ദിസ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് ഡിസോൾഡ് ഗ്യാസസ് ഫ്രം എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ ഡിസോൾഡ് ആയിട്ടുള്ള ഗ്യാസസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസോൾഡ് എയർ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് Derator is used to reduce oxygen and nitrogen in a boiler feed water application. Boiler feed water applicationൽ ഉള്ള നൈട്രജൻ ഓക്സിജൻ റിഡ്യൂസ് ചെയ്യുന്നതാണ് ഡെറേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫിസിക്കോ കെമിക്കൽ ടെക്നോളജി. കൊയാഗുലേഷൻ ഫോർ ഫ്ലൊക്കുലേഷൻ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. കൊയാഗുലേഷൻ ഫോർ ഫ്ലൊക്കുലേഷൻ is the addition of coagulants destabilizes colloidal suspensions by neutralizing their charges. ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് കൊളോയിഡൽ സസ്പെൻഷൻസ് നടത്തിയിട്ട് ഡിസ്റ്റബിലൈസ് ചെയ്യുന്നു. ആൻഡ് ദിസ് റിസൾട്ട് ഇൻ ദ aggregation of small particles during the coagulation process. And the second one is coagulant aid. It meant to improve coagulation. അതായത് coagulation ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് coagulant aid. And the third one is polyelectrolytes.
പോളി ഇലക്ട്രോലൈറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് പോളിമേഴ്സ് എന്നും കൂടി പറയാം. ദിസ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ഒന്നിങ്ങനെ പോസിറ്റീവ് ഉണ്ടാവും അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ദ നേച്ചർ ഓഫ് ദ പോളി ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് വാട്ടർ. ഏതാണ് വാട്ടർ സോഴ്സ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പോളി ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചർ.